പ്രിയമുള്ളവരെ, റാഫി ഡൂരാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് സലാലയിലാണ് കേട്ടോ. അപ്പോൾ മസ്കറ്റിന് ഏകദേശം 1000 കിലോമീറ്ററാണ് സലാലയും മസ്കറ്റും തമ്മിലുള്ള ഒരു ദൂരം. അപ്പോൾ പെരുന്നാളിനൊരു 3 ദിവസം അവധിയുണ്ട്. അതുകൊണ്ട് ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നഫ്സീറും അതുപോലെ തന്നെ ഷെരീഫ് ഫാമിലി ഞങ്ങളെല്ലാം കൂടെ 2 വണ്ടിയിലായിട്ട് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു ഏകദേശം 1000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടാണ് ഈ ഒരു സലാലയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പം ഓഫ് സീസണാണ്. ഒരു മാസം കൂടെ കഴിയുമ്പോഴാണ് ശരിക്കും ഇവിടെ സീസൺ തുടങ്ങുന്നത്. ഈ മാസം ലാസ്റ്റാണ് സീസൺ തുടങ്ങുന്നത്. ഇപ്പോൾ അത്യാവശ്യം വലിയ ചൂടൊന്നുമില്ല, എന്നാലും മസ്കറ്റിനെ അപേക്ഷിച്ച് നല്ല വ്യത്യാസമുണ്ട്. മസ്കറ്റിൽ എന്താ പറയുക 45-47 ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ 31-32 ഉള്ളൂ. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു 3 ദിവസം എങ്ങനെയും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നഫ്സീർ ഫാമിലിയൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് അവർ ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഷെരീഫും ഫാമിലിയും ഷെരീഫിൻ്റെ ഏട്ടൻ്റെ അടുത്തോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇതാണ് ഒരു അക്കോമഡേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം സലാലയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. ഇന്നലെ കണ്ടിന്യൂ ഒരു 1000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. ഒമാനിലുള്ളവർക്കറിയാം, മസ്കറ്റ് ടു സലാല റൂട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് കേട്ടോ. ഒരു മാഞ്ചാതി ഇല്ലാത്ത റൂട്ടാണ്. ഇടയ്ക്ക് ഒരു 500-400 കിലോമീറ്ററൊക്കെ എത്തി ഹൈമ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് ഫില്ല് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 400 കിലോമീറ്റർ ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് പൊടിയും കാറ്റും മണ്ണും ഭയങ്കര ഒരു റിസ്കി സംഭവമാണ്. രാത്രിയുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് അതുവഴി നല്ലത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഒരു പെരുന്നാൾ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി ഇവിടെ എത്തിയപ്പം ഏകദേശം 8:30 ഓക്കെ. അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരൊക്കെ എണീറ്റും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇനി ഒരുമിച്ച് കൂടണം. എന്നിട്ട് സലാലയിൽ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ. 2 ദിവസം കൊണ്ടെല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും കവർ ചെയ്യുന്നിടത്തോളം ഞാൻ നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോയതിന് ശേഷം അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, സമയം ഇപ്പോൾ ഒരു 5 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുളിച്ച് റെഡിയായിട്ട് ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ക്ഷീണം കാരണം ഇങ്ങനെ റൂമിൽ തന്നെ കിടക്കുമായിരുന്നു. ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു ദിവസം ഫുള്ള് പോയി കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം ഐൻ റസാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുമ്പിൽ നഫ്സീറും ഫാമിലിയും ഉണ്ട്, എൻ്റെ കൂട്ടുകാരൻ. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. പിന്നെ ഷെരീഫും ഫാമിലി ഉണ്ട്. അവർ ഓൾറെഡി അവിടെ ഒരു ഏട്ടൻ്റെ കൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോവുകയാണ് അങ്ങോട്ടേക്ക്. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ കാണാൻ പോകുന്നത് കേട്ടോ. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 5:15 അപ്പോൾ എൻ്റെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിൻ്റെ ഷെരീഫിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവരുടെ ഏട്ടൻ്റെ കൂടെ ഒരു വണ്ടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഇന്നത്തെ ഫസ്റ്റിലത്തെ സലാലയിലെ കാഴ്ച എയിൻ റസാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഒരു സലാലയിലെ ആദ്യമത്തെ കാഴ്ച എയിൻ റസാത്ത് എന്നാണ് കേട്ടോ. നാളെ ഇനി ഒരു ദിവസമുള്ളൂ നമ്മുടെ മുമ്പിൽ ബാക്കി. നാളെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കണം. ഫുള്ളൊന്നും പറ്റില്ല, എനിക്കറിയാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന മൊത്തം തെങ്ങാണ് കേട്ടോ. ഇതുണ്ടോ, ഫുള്ള് തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. സാധാ ഒരു ഗൾഫ് കൺട്രിയിലൊക്കെ പോകുമ്പോൾ ഫുള്ള് ഈന്തപ്പനയൊക്കെയാണ്. ഇവിടെ നിൽക്കുന്നത് മൊത്തം തെങ്ങാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കേട്ടോ, ഫുള്ള് തെങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളിപ്പോൾ ഒരു ട്രിവാൻഡ്രം ഭാഗത്തും അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏതൊരു ഭാഗത്തോട്ടും സഞ്ചരിക്കുമ്പോൾ നമ്മൾ റോഡിന്റെ സൈഡിൽ കാണുന്ന അതേപോലത്തെ ഒരു ഫീലിങ്സും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര രസമായിട്ടുള്ളൊരു റോഡും കാര്യങ്ങളും 2 സൈഡിലും തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ചേക്കാണ് കേട്ടോ. കേരളത്തിന്റെ അതേപോലത്തെ ഒരു ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പോകുന്നത് സലാല എയർപോർട്ട് റോഡിലൂടെയാണ് കേട്ടോ. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഒരുപാട് കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാ നമ്മുടെ ഒരു നാട്ടിൽ നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീലിങ്സ് ആണ് നമ്മൾ ഇതുവരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ ചെറിയൊരു വെള്ളക്കെട്ട്, അതാ നല്ല കുത്തി ഒലിച്ച് വെള്ളം വരുന്നുണ്ടോ. ഇതുണ്ടോ, ഇത് കണ്ട ആരെങ്കിലും ഗൾഫാണെന്ന് പറയുമോ? അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോകണ്ട, ഒരു 1.5 കിലോമീറ്ററുകൾ എത്തുമ്പോൾ ആ ഒരു സ്ഥലത്തെത്തി. എയിൻ റസാത്ത് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ
ഇതാണ് ആ വഴി. ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് പച്ചപ്പായിരിക്കും ഈ മലകളൊക്കെ കേട്ടോ. ഇവിടുത്തെ ഖരീഫ് സീസൺ തുടങ്ങാൻ പോവാണ്. ഒരു മാസം കൂടെ ആയി കഴിയുമ്പോൾ ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഈ ഒരു മലകൾ മൊത്തം നല്ല പച്ചപ്പിലായിരിക്കും. ഓക്കെ, ചെറിയൊരു മഴക്കോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലെല്ലാം കാണുന്നത് ഇപ്പോൾ ആൾക്കാർ വന്നിരിക്കുന്നതാണ് കേട്ടോ. എല്ലായിടത്തും ആൾക്കാർ തമ്പടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ എത്താറായി കേട്ടോ. ഇവിടെ എല്ലാം ആൾക്കാരെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഇത് തന്നെയാണ്. ചെറിയ ഗുഹയൊക്കെ കാണുന്നുണ്ട് മുകളിൽ. അതാ മുകളിൽ അവിടെ അതിൽ വണ്ടി ഇടണം. കണ്ടോ, നമുക്കപ്പോൾ മുകളിൽ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ തിരക്കുണ്ടോ, ഫുള്ള് തിരക്കാണ്. ഇതവിടെ ഒരു അപ്പൂപ്പൻ മരമൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ. ഫുള്ള് ക്യാമ്പ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഫുഡൊക്കെ വെച്ച് കഴിക്കുന്നവരുണ്ട്. ഫുഡ് വരാറേ ഇവിടെ ഫുഡൊക്കെ വെക്കുന്ന ടീമിനുണ്ട് കേട്ടോ. പാകിസ്ഥാൻ ഫുഡ് ബനാറേ ഇതുണ്ടോ, ഗ്യാസ് കുറ്റിയൊക്കെ വെച്ചിട്ട്. ക്യാ ബിരിയാണി? അച്ഛാ, മട്ടൻ പുലാവ് ആണ് കേട്ടോ ഇത്. കബി ആയാ ആജ ആയാ. അപ്പോൾ ഒരു ഫുള്ള് ഫുഡൊക്കെ വെച്ചിട്ട് ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നവരാണേ. മട്ടൻ ബിരിയാണി മട്ടൻ പുലാവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇവിടെ തന്നെ റെഡിയായി നിൽക്കുകയാണ്. അടുത്ത ദമ്മ് പൊട്ടിക്കാനുള്ള പരിപാടിക്കാണ്. അതാ ഇവിടെ കുറേ പേര് കുളിക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. ഇതുണ്ടോ, ഈ ഒരു മലകൾ ഫുള്ള് ഗ്രീൻ ആവുന്നതാണേ. ഇപ്പം എല്ലാം വാടിക്കുന്നുണ്ടോ. അപ്പോൾ ഈ മാസം അവസാനം ഫുള്ള് ഗ്രീനായി സെറ്റപ്പ് ആവും. അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. മീനൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മീനൊക്കെ ഉണ്ടേ. ഇത് ശരിക്കും ഖരീഫ് സീസണിലാണ് കേട്ടോ. കാണാനൊക്കെ ഭയങ്കര രസം. ഫുള്ള് പച്ചപ്പിൽ വെള്ളമൊക്കെ ഒഴുകുന്നതാണ്. നാട്ടിലെ കൂട്ട് ഭയങ്കര രസമായിരിക്കും. നമുക്കിനി അങ്ങ് ലാസ്റ്റോട്ട് പോവാം. ഈദ് മുബാറക്. ഇവിടെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കണ്ടോ, ഇവിടുത്തെ ഒരു അപ്പൂപ്പൻ മരം കണ്ടോ, നല്ല രസമുണ്ട്. ഹായ് ബൈജാൻ, കൈസേ? വേണ്ട, മുഷ്കാക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പാകിസ്ഥാൻ സേന एक यूट्यूब चैनल है राफी अडूर. सब्सक्राइब करेगा ना, बोलो राफी अडूर. तो थोड़ी 1 मिनट रुको ना, मार दो एडिटिंग करो ना सही करके. बैठो खा के जाना. कभी आया? कल आया? चाय आज आया? अच्छा अच्छा. वरला फूड ഉണ്ടാക്കി മിഷ്കാക്കെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ. नाम क्या है आपका? अरसलान. हमारा भी पूछे यार. क्या नाम है आपका? मेरा मोहम्मद सुहेल, पाकिस्तान से रोदा. अच्छा, അപ്പോൾ ഇവരെല്ലാവരും കൂടെ. अच्छा ठीक है, ओके थैंक यू. ओके एंजॉय. आ रहे हो? नाम क्या बताया भैया आपने? റാഫി അടൂർ. അവരെല്ലാം കണ്ടോ, ഇവിടുത്തെ ഒരു മരമാണേ, അപ്പൂപ്പൻ മരം. ദേ അവിടെ ഒരു ചെറിയ ഗുഹ ഉണ്ട്. ആ ഗുഹ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴത്തേക്ക് എന്നിട്ട് നമുക്ക് താപ്പോട്ട് പോവാം. വണ്ടികളുണ്ടല്ലോ, വണ്ടികളെല്ലാം ഫുള്ളായി. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫുള്ളായി കേട്ടോ. വൈകുന്നേരം സമയം ഇപ്പം സലാലയിൽ കുറച്ച് ചൂടാണ് കേട്ടോ, മഴക്കോളുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും വൈകുന്നേരം ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ലേറ്റ് ആവാൻ കാരണം തന്നെ ചൂടായതുകൊണ്ടാണ്. ഞാൻ ആദ്യം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചൂടിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായതുകൊണ്ട് രാവിലെ ഇറങ്ങാനും മാത്രമല്ല ഇന്നലെ ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയത്. ഓക്കെ, അപ്പോൾ ഞാൻ മുകളിലൊരു ചെറിയ ഗുഹ ഉണ്ട്, ആ ഗുഹയിൽ നിന്ന് കണ്ടിട്ട് വരാം. ഈ സ്ഥലങ്ങളൊക്കെ ഫുള്ള് പച്ചപ്പാവും കേട്ടോ. ഇതുണ്ടോ വലിയൊരു എല്ല്, അവരെ കഴിച്ചിട്ടേ സൂപ്പിട്ടേക്കുന്നതാണ്. ഇത് കൊള്ളാം എന്തായാലും. ഭയങ്കര ഒരു മല കേട്ടത്. ഇത് കൊള്ളാം. ഇവിടെ ഓരോരുത്തരേ പൂച്ചയൊക്കെ വിടുന്നു. മിഷ്കാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ. നൈസായിട്ടുണ്ട് ഇത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ.
കിടിലം വ്യൂ ആട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ആ ഞാൻ സ്പോട്ടിലെത്തി. വാദി ദർബാത്ത് ആടാ, ഞാൻ ആദ്യം അവിടെ പോകണമെന്ന് വിചാരിച്ചേ. ഇവിടുത്തെ വെള്ളം കണ്ടോ ഗൈസ്, പിള്ളേരെല്ലാം നീന്തി കുളിക്കുന്നുണ്ടോ. ഒരുപാട് ആഴമില്ലാത്ത കേട്ടോ സംഭവം ഇവിടെയൊക്കെ. ആ ജി അച്ഛാ जी अपना चैनल सर्च कर दो ऐसा भी ऐसा बोल ആ ഇവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. യൂട്യൂബ് കൂള് നാം ഡാലോ. ഈ പുള്ളി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. താങ്ക് യു ഭയ്യ. ഓക്കെ, എവിടെതാ കുതിര സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ. കുതിര സവാരി ഇവിടെ നല്ല വെള്ളമാണേ. വലിയ തണുപ്പൊന്നുമില്ല, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും ഇതുണ്ടോ മുകളിൽ കാടാണ് കേട്ടോ. ശരിക്കും ഖരീഫ് സീസണിലായിരിക്കും ഇവിടെയൊക്കെ ഫുള്ള് പച്ചപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇത് കണ്ടോ നല്ല രസമല്ലേ. അപ്പോൾ ഇത് കണ്ടല്ലോ ഇവിടെ ഒരു പാർക്കൊക്കെ, നാട്ടിലോട്ട് ഒരു പാർക്കൊക്കെ സജ്ജീകരിച്ച് അടിപൊളി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഒരു കുളം പോലെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. വളരെ രസമുള്ള സ്ഥലം കേട്ടോ. പിന്നെ ഇതുണ്ടോ അങ്ങ് ടോപ്പിലൊരു ഗുഹ. ആ ഒരു ഗുഹയിൽ നമ്മളൊന്ന് കയറാൻ പോകണേ. ഇതെവിടെ ഒരു ഡാം പോലെ അഴുക്ക് പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ അഴുക്കെല്ലാം വന്ന് അടിയിൽ കേട്ടോ. ഇവിടെ അടിയിലോട്ട് ചെറിയൊരു ഡാം പോലെ സെറ്റപ്പാക്കി വെച്ചേക്കും. അപ്പം നമ്മളേ മുകളിലോട്ട് കയറുവാണേ. ഒരു ചെറിയ ഗുഹ കേട്ടോ അത്. ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഹൈ ഇവിടുന്ന് താപ്പോട്ടുള്ള കാഴ്ചകൾ കേട്ടോ. സോറി ഭയ്യ. ഇത് നല്ലൊരു ഫോട്ടോ പോയിന്റ് കേട്ടോ. നമ്മളിപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പേ ഇനിയൊരു സ്ഥലമുണ്ട്, വാദി ദർബാത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടോട്ടേക്ക് പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഷെരീഫ് അവൻ ആദ്യം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാനത് കേട്ടില്ല. അപ്പോൾ അവരൊക്കെ വാദി ദർബാത്തിലാണുള്ളത്. ദർബാത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് വാദി ദർബാത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പോകണം. മഴക്കോളുണ്ട് കേട്ടോ, അതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. അപ്പോൾ വാദി ദർബാത്തിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയുണ്ട്, 60 കിലോമീറ്ററോളം ഉണ്ട്. ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയാണ്. ഈ വഴി തന്നെയാണ് വാദി ദർബാത്ത് എന്ന് പറയുന്ന വെള്ളച്ചാട്ടമൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അത് ഇവിടുന്ന് ടേൺ ചെയ്ത് വേറൊരു വഴിക്ക് പോകണം. ഇപ്പം നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. സന്ധ്യ ആയതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഇറങ്ങണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ഒരു സ്ഥലം ചോയ്സ് ചെയ്തത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം വാദി ദർബാത്തിൽ. അത് നാളെ ആയാലും കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഈ 2 സൈഡും കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഗ്രീൻ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ വാടിയൊക്കെ നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടേ, നല്ല ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല വണ്ടിയുടെ തിരക്കുണ്ട് കേട്ടോ. ഓരോ കോഫി ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മലയുടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളൊക്കെ
ഇനിയിപ്പോൾ സജീവമാകാൻ പോവാണ് ഇതൊക്കെ. നല്ല തിരക്കായി വരും. കഫ്തീരിയകളൊക്കെ ഒരുപാട് തിരക്കുകൾ ഓടിക്കും. ഇനിയിപ്പോൾ കഴിഞ്ഞ സീസണിൽ ഖരീഫ് സമയത്ത് ഏകദേശം 10-18 ലക്ഷം പേര് സലാല വിസിറ്റ് ചെയ്തെന്നാണ് ഇവിടുത്തെ കണക്ക് കേട്ടോ. ഈ വർഷം അത് കൂടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂട് സമയത്താണ് സലാലയിൽ ഖരീഫ് വരുന്നത്. അപ്പോൾ മസ്കറ്റിൽ നിന്നും ദുബൈയിൽ നിന്നും ഖത്തറിൽ നിന്നും ബഹ്റൈനിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. പശുക്കൾ നിന്ന് മെയിനാണ് കേട്ടോ ഇവിടൊക്കെ. സാധാരണ ഒട്ടകത്തിനൊക്കെയാണ് ഇങ്ങനെ ഒരുപാടായിട്ടൊക്കെ കാണുന്നത്. പശുക്കളുടെയൊക്കെ എന്താ പറയാ, ഒരുപാട് പശുക്കളെ വളർത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒട്ടകം ഓടി വരുന്നുണ്ടോ? റോഡിന് നടക്കേ ഇഷ്ടംപോലെ ഒട്ടകം നിപ്പുണ്ട് കേട്ടോ. നോക്കിപ്പോയില്ല പണി കിട്ടും മക്കളെ. ഒട്ടകമുണ്ട്, പശുവുണ്ട്, ആടുണ്ട്. ആടിനെ വലുതായിട്ട് കണ്ടില്ല ഇവിടെ. ഏറ്റവും കൂടുതൽ കണ്ടതും പശുവിനെ ഒട്ടകത്തിനാണ്. കുറേ എണ്ണം റോഡിൽ ഇങ്ങനെ നിപ്പുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ 4 സിഗ്നലൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇതാ റൂട്ടിൽ കൂടെ നടക്കുന്നുണ്ടോ? അമ്മോ, വേണ്ടേ ആരാ അത്? ഇതുണ്ടോ റൂട്ടിൽ മൊത്തം തന്നെയാണ് കേട്ടോ. എന്താ ആ വണ്ടിയെ പാലം വെച്ചിട്ടുള്ളേ. ഇവിടെ ഊന്നു. ഞങ്ങളാടാ രാജാക്കന്മാര്, മാറടാ. കൊള്ളാൻ തരും നടത്തൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ലൈനായിട്ടാ വരുന്നേ. ഓ പൊളി പൊളി പൊളിയേ. ഇതെല്ലാം കൂടെ പെട്ടെന്ന് എടുത്ത് ചാടിക്കളയും കേട്ടോ. പ്രശ്നം ഉണ്ടാവുക. അപ്പോ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ടേ. ഇവിടെ കുറേ വണ്ടി കിടപ്പുണ്ട്. ഇതാണ് ആ വ്യൂ പോയിന്റ്. ഇവിടെ കുറേ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഷെരീഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവനെ വിളിക്കണം. അപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒതുക്കണം. വ്യൂ പോയിന്റ് അവിടെയാണ് കേട്ടോ, ലാസ്റ്റാണ്. നമ്മളങ്ങനെ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഈ എൻ്റെ മോനെ കിട്ടു സംഭവമാണേ. ആ ക്ലൗഡ് ഇളകിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ആൾക്കാരുണ്ട്. ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നൊരു. അപ്പോൾ നമ്മുടെ ടീം വന്നിട്ടുണ്ട്. സെറ്റപ്പ് സംഭവം കേട്ടോ ഇവിടെ. ഹായ്, ഇത് കുറേ നേരമായി വന്നിട്ട്. ഹലോ, നമസ്കാരം. ഹായ്, എന്തുണ്ട്? സുഖാണോ? അപ്പൊ ഇവനാണ് ഞാൻ പറഞ്ഞ ഷെരീഫും കൂട്ടരും കേട്ടോ. ചേട്ടൻ എത്തിയതാ. ഇതാണ് ആ ചേട്ടൻ. ചേട്ടനാണ് ചേട്ടനല്ലേ? വലൈക്കും സ്ലാം. എന്തല്ല സുഖാണോ? ആ എടുക്കുന്ന അടിപൊളി. തണുപ്പാ വരുന്നുണ്ടല്ലേ? ഇതുണ്ടോ ക്ലൗഡ് കണ്ടോ ദൂരെ? അടിപൊളി അല്ലേ? അപ്പോൾ ഇതുപോലത്തെ കുറേ വ്യൂ പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ സമയം ഏകദേശം 7 മണി അടുപ്പിച്ചായിട്ടുള്ളൂ. ഇരുട്ടിയിട്ടില്ല. എന്താ കുറേ ടീമുകൾ ഇങ്ങനെ വന്നു നിന്നിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ. അടുത്താടാ നഫ്സീറെത്തി. ഇവിടെ പിന്നെ നല്ല സേഫ്റ്റിയാണ് കേട്ടോ. ഇവിടെ 2 തട്ടായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഒരു തട്ട്, പിന്നെ ആ ഒരു തട്ട്, ഇങ്ങനെ 2-3 തട്ടായിട്ട് കിടക്കുവാണ് കേട്ടോ. ഇതുണ്ടോ അല്ലേ? ഇൻ്റെ വരുന്ന എൻ്റെ പേര് സത്താർ. ഇത് നമ്മുടെ ഫ്രണ്ട് നഫ്സീറിൻ്റെ ആരാ? കസിൻ. ഇത് നമ്മുടെ നഫ്സീറിൻ്റെ അനിയൻ. അപ്പോൾ ഈ പുള്ളിയുടെ റൂമിലായിരുന്നു ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. താങ്ക് യു. ഇങ്ങോ
അപ്പോൾ ഇത് നമ്മുടെ നഫ്സീറിൻ്റെ വൈഫും പിള്ളേരും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നഫ്സീർ. ഹായ് അവരെല്ലാം എടുത്തിട്ടുണ്ട്. നഫ്സീറേ ഇങ്ങോട്ട് വാ, നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ ഇതുവരെ വ്ളോഗിൽ. അപ്പോൾ ഇത് ഫ്രണ്ട് നഫ്സീർ. ഞാൻ രാവിലെ പറഞ്ഞ നഫ്സീറും നഫ്സീറിൻ്റെ വൈഫുമാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഫാമിലിയാണ് ഇവർ. നഫ്സീർ എങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ടാ? അടിപൊളിയല്ലേ? സെറ്റ്. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ. മൂന്നാർ പോയൊരു വൈബ്. ഇങ്ങ് വാ, ദൂരെ പോണ്ട. ലൈറ്റ് ഇട്ട് കൊടുക്കല്ലേ? ഇല്ലടാ, ഗോപുരം അങ്ങനെ സൂമിങ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇതാണ്ട് ആ ദൂരെ കാണുന്ന സംഭവമില്ലേ, നമ്മളിനി അങ്ങോട്ടേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഇവിടുത്തെ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാ നല്ല ലൈറ്റായിട്ടുണ്ട്. ലൈറ്റ് പിന്നെ ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. നമ്മളിനി നാണ്ട് ആ കാണുന്ന ആ ഒരു ഭാഗമുണ്ട്, അവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചിലരൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി പോകുന്നുമുണ്ട്. ഗൈസ് അങ്ങനെ അടുത്ത ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് ഇരുട്ടിയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ. ഇവിടെയൊക്കെ ആൾക്കാരെ നല്ലതായിട്ട് വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ ഇതൊരു റെസ്റ്റോറൻ്റാണേ. അങ്ങ് ദൂരെ സലാല ടൗണാണ് കാണുന്നത്. ലൈറ്റൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാർക്കിൻ്റെ അപ്പുറത്തോട്ട് ആരും പോലെന്ന് പ്രത്യേകം ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഡേഞ്ചറാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. ഇതേ അങ്ങ് താഴെ ആൾക്കാർ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ലൈറ്റ് ഉണ്ടോ? യെസ്. നമ്മളിപ്പോഴേ ഇത് കൊള്ളാലോ. കിട്ടുന്നില്ല. ഔട്ടെ. ആ അത് കിട്ടുന്നുണ്ട്. നീ മുമ്പോട്ടേ നീ നടക്ക്. ആ അത് കിട്ടുന്നുണ്ട്. ഇത് രാവിലെ ആയിരുന്നു എടുക്കണ്ടേ? പക്ഷേ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഇവിടെ വന്നേനെ. ഇതൊന്നും കാണുന്നില്ലടാ. ഇത് കുറച്ച് മുമ്പായിരുന്നു വരണ്ടേ. ഒന്നും കിട്ടുന്നില്ല.